ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ അധ്യായം 10 വാക്യം 31. എല്ലാം ദൈവമഹത്വത്തിനായിട്ട് ചെയ്യുക. അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ ദൈവമഹത്വത്തിനായിട്ട് ചെയ്യുവിൻ. പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ദൈവമഹത്വത്തിനായിട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ ദൈവകൃപയിലേക്കും അനുഗ്രഹത്തിലേക്കും അഭിഷേകത്തിലേക്കും ദൈവാനുഗ്രഹത്തിലേക്കും കടന്നു വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് പൗലോസ്ലീഹ പ്രകാരം പറയാണ്, ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ. ഭക്ഷിക്കുക, പാനം ചെയ്യുക, നമുക്കറിയാം ഓരോ ദിവസവും പലവട്ടം ചെയ്യുന്ന കാര്യങ്ങളാണ് ഭക്ഷണം കഴിക്കുന്നതും പാനം ചെയ്യുന്നതും. ഈ കാര്യങ്ങൾ പോലും, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പൗലോസ്ലീഹ എടുത്തു പറയുകയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും പാനം ചെയ്യുമ്പോഴൊക്കെ ദൈവത്തെ ഓർക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തിന് നന്ദി പറയണം. നമുക്ക് ഭക്ഷണം നൽകിയ ദൈവത്തെ, നമുക്ക് പാനം ചെയ്യാൻ നൽകിയ ദൈവത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ അത് കൂടുതൽ ദൈവകൃപ ലഭിക്കുവാൻ ഇടവരുത്തും. എന്നാൽ ചിലപ്പോൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ നിന്ന് പിന്മാറാം. അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിൻ്റെ സമൃദ്ധിയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ നിന്ന് ചിലരെങ്കിലും പിന്മാറാറുണ്ട്. കർത്താവിൻ്റെ വചനം അതേക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 30-ാം അധ്യായം 8-9 തിരുവചനങ്ങളിൽ വചനം എങ്ങനെയാണ് പഠിപ്പിക്കുക? ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ, ആവശ്യത്തിന് ആഹാരം തന്ന് എന്നെ പോറ്റണമേ. ഞാൻ സമൃദ്ധിയിൽ അങ്ങേ അവഗണിക്കുകയും കർത്താവ് ആരെന്ന് ചോദിക്കുകയും ചെയ്തേക്കാം. ദാരിദ്ര്യം കൊണ്ട് മോഷ്ടിച്ച് ദൈവനാമത്തെ നിന്ദിക്കുകയും ചെയ്തേക്കാം. വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എനിക്ക് ഒത്തിരി സമൃദ്ധി തന്ന് എന്നെ അനുഗ്രഹിക്കേണ്ട. കാരണം ഞാൻ ഒത്തിരി സമ്പത്തും സമൃദ്ധിയും ലഭിക്കുമ്പോൾ ദൈവം ആരാണ്, ദൈവം എന്തിനാണ് എന്നൊക്കെ ചോദിച്ച് ഞാൻ ദൈവത്തെ അവഗണിക്കാം. അതോടൊപ്പം എനിക്ക് ദാരിദ്ര്യവും തരരുത്. ദാരിദ്ര്യത്തിൻ്റെ നാളുകളിൽ ഞാൻ ചിലപ്പോൾ മോഷ്ടിച്ച് ഞാൻ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം കളങ്കം വരുത്താം എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാസ്തവത്തിൽ ആ പ്രാർത്ഥനയ്ക്ക് വലിയ അർത്ഥമുണ്ട്. കാരണം ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും ജോലിയില്ലാത്ത അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പിശാച് നമുക്ക് പെട്ടെന്നൊരു പ്രേരണ തരും. ഈ ബുദ്ധിമുട്ടുകളിൽ, ഈ രോഗത്തിൽ, ഈ തകർച്ചയിൽ എന്തിനാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? ദൈവം വിചാരിച്ചാൽ നിൻ്റെ രോഗം മാറ്റിക്കൂടെ? ദൈവം വിചാരിച്ചാൽ നിൻ്റെ ദാരിദ്ര്യം എടുത്ത് മാറ്റിക്കൂടെ? ദൈവം വിചാരിച്ചാൽ നിൻ്റെ കഷ്ടതകൾ എടുത്ത് മാറ്റിക്കൂടെ? നിൻ്റെ കാര്യത്തിൽ ഇടപെടാത്ത ദൈവത്തെ നീ എന്തിനാണ് മഹത്വപ്പെടുത്തുന്നതെന്ന് പിശാച് ചോദിക്കാം. ഒരിക്കൽ കോവിഡ് കാലമൊക്കെ കഴിഞ്ഞ സമയത്ത് ഒരു സഹോദരനെ കാണാനിട വന്നു. അപ്പോൾ ആ സഹോദരന് എൻ്റെ അടുത്ത് വന്നിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. കോവിഡ് കാലത്തെക്കുറിച്ചും കടന്നുപോയ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും എല്ലാം പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിനുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹത്തിന് വിദേശത്ത് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോയി. തിരിച്ചു വന്നു. പിന്നീട് കുറേ അന്വേഷിച്ചിട്ടും അദ്ദേഹത്തിന് ജോലിയൊന്നും കിട്ടിയില്ല. എന്നാൽ അദ്ദേഹം നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ദേവാലയത്തിൽ പോവുകയും ഒക്കെ ദശാംശമൊക്കെ കൊടുക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ തകർച്ച വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തോട് തന്നെ പലരും ചോദിക്കാൻ തുടങ്ങി, നീ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിലൊക്കെ പോകുന്ന ആളാണല്ലോ, നിനക്കിങ്ങനെ സംഭവിച്ചല്ലോ. അപ്പോൾ ഈ വ്യക്തി അതേക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. പിന്നീട് ആ വ്യക്തിയുടെ പ്രാർത്ഥനയൊക്കെ കുറഞ്ഞു. ആ വ്യക്തി ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ കാര്യങ്ങളിൽ, എൻ്റെ സങ്കടങ്ങളിൽ, എൻ്റെ ദുഃഖങ്ങളിൽ, എൻ്റെ ഈ അവസ്ഥയിൽ ഇടപെടാത്ത ദൈവം എന്തിനാണ് എനിക്ക് എന്ന് ചിന്തിച്ചു. അങ്ങനെ കുറച്ചു കാലമൊക്കെ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോയി.
അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയൊക്കെ ആയിട്ട് അദ്ദേഹം പിന്നീട് വഴക്കടിക്കുകയും ഒരു കുടുംബ കലഹത്തിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ അവരുടെ കുടുംബം ഛിന്നഭിന്നമായി പോകുന്നൊരവസ്ഥ വന്നപ്പോൾ അദ്ദേഹം വീണ്ടും ദൈവത്തിലേക്ക് തിരിഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്ത് എന്നെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു സംഭവമാണ്. അതെ, ഇങ്ങനെയൊക്കെ ദുരിതത്തിലൂടെ സങ്കടത്തിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു, എന്തിനാണ് ദൈവത്തെ വിളിക്കുന്നത്? എൻ്റെ കാര്യത്തിൽ ഇടപെടാത്ത ദൈവത്തെ എന്തിനാണ് വിളിക്കുന്നത്? തീർച്ചയായിട്ടും ജീവിതത്തിൽ പ്രതിസന്ധികളും രോഗങ്ങളും തകർച്ചകളൊക്കെ വരുമ്പോൾ പിശാച് ദൈവത്തിനെതിരെ ചിന്തിക്കുവാനുള്ള കാരണങ്ങളായിട്ട് അതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. ആ പ്രലോഭനത്തിൽ നമ്മൾ വീണു പോകരുത്. അതോടൊപ്പം വചനത്തിൽ പറയുകയാണ്, സമൃദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമയങ്ങളിലും നമ്മൾ ദൈവമാര്, ദൈവത്തിൻ്റെ ആവശ്യം എന്ത് എന്ന് ചിന്തിക്കാം. അങ്ങനെയുള്ള ഒത്തിരിയേറെ ഉദാഹരണങ്ങളുമുണ്ട്. കാരണം നാട്ടിലായിരുന്നപ്പോൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ദൈവത്തെ ആശ്രയിക്കുകയൊക്കെ ചെയ്ത പലരെയും എനിക്കറിയാം. അവർ ദൈവാനുഗ്രഹത്താൽ ദൈവകൃപയാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ എത്തിപ്പെട്ടു, നല്ല ജോലി ലഭിച്ചു, നല്ല സാലറി ഉണ്ട്, നല്ല ജീവിതത്തിന് നല്ല മെച്ചമായ കാര്യങ്ങളൊക്കെ പോയപ്പോൾ പ്രാർത്ഥനയും ധ്യാനവും വിശുദ്ധമായ ജീവിതവും ഉപേക്ഷിച്ച പലരെയും എനിക്കറിയാം. അപ്പോൾ ജീവിതത്തിൻ്റെ സമൃദ്ധിയിൽ അതാണല്ലോ പല വിദേശ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചത്. ജീവിതത്തിൻ്റെ സമൃദ്ധിയിൽ ദൈവം എന്തിനാണ്, ദൈവം ആരാണ് എന്ന് ചോദിക്കുന്നൊരു ഘട്ടം ചില മനുഷ്യരുടെയൊക്കെ ഇടയിൽ വന്നു. അപ്പോൾ ഈ രണ്ട് അവസ്ഥകളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് തിരുവചനം അപ്രകാരം പ്രാർത്ഥിക്കുന്നത്. പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയ സത്യം ഇതാണ്: ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ ദൈവകൃപ കൊണ്ട് അനുഗ്രഹിക്കപ്പെടുമെന്ന് പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ 16-ാം തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അതെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും, അതിലൂടെ പോലും ദൈവം മഹത്വപ്പെടണം, സ്വർഗസ്ഥനായ പിതാവ് മഹത്വപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന 3-4 കാര്യങ്ങൾ കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് ദൈവത്തിന് മഹത്വം നൽകാൻ, വാക്കുകൾ കൊണ്ട് ദൈവത്തിന് മഹത്വം നൽകാൻ സാധിക്കും? അതോടൊപ്പം ദൈവത്തിന് മഹത്വം നൽകാൻ സാധിക്കുന്ന 3-4 കാര്യങ്ങൾ കൂടെ ഞാൻ സൂചിപ്പിക്കണം. ഒന്നാമത്തെ കാര്യം, ഒരു വിശുദ്ധമായ ജീവിതം നയിക്കുക. ജീവിത വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുക ദൈവത്തിന് മഹത്വം നൽകുന്ന കാര്യമാണ്. പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 19-ാം തിരുവചനം: നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. അപ്പോൾ പാപത്തിൽ നകന്ന് ദൈവഹിതം തേടി വിശുദ്ധമായൊരു ജീവിതം നയിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് ദൈവത്തെ, ഒരു ക്രൈസ്തവൻ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ സാധിക്കുന്ന രണ്ടാമത്തെ മേഖല, സ്നേഹത്തിലും സേവനത്തിലും നിലനിൽക്കുക. സ്നേഹിച്ചുകൊണ്ട്, പരസ്പരം സ്നേഹിച്ചുകൊണ്ടും അതോടൊപ്പം മറ്റുള്ളവർക്ക് സേവനം ചെയ്തുകൊണ്ടും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും. 1 കൊറിന്തോസ് 16-ാം അധ്യായം 14-ാം തിരുവചനം ഇപ്രകാരം വചനം പഠിപ്പിക്കുന്നു: നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. സ്നേഹമുള്ളവരെ, ഒരു വ്യക്തിക്ക് പ്രാർത്ഥനയുണ്ട്, ദൈവവിശ്വാസമുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ജോലി സ്ഥലത്ത് എല്ലാവരുടെ അടുത്തും വെറുതെ ദേഷ്യപ്പെടുന്നു, സ്നേഹത്തോടെ പെരുമാറുന്നില്ല എങ്കിൽ ആ മനുഷ്യൻ എന്തിനാണ് വിശ്വസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് എന്ന് മറ്റുള്ളവർ ചിന്തിക്കും. ചിലപ്പോൾ ആ വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. അതേസമയം ഒരു വ്യക്തി തൻ്റെ കുടുംബത്തിലാകട്ടെ, ജീവിതത്തിലാകട്ടെ, പ്രവർത്തനങ്ങളിലൂടെ, സ്നേഹത്തിലൂടെ ഇടപഴകുമ്പോൾ അത് ആ വ്യക്തിയിലൂടെ ദൈവം മഹത്വപ്പെടുവാൻ ഇടവരുന്നു. മൂന്നാമതായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുന്ന 3-ാമത്തെ കാര്യം ഇതാണ്: ദൈവഹിതം അന്വേഷിക്കുക. ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളിലും ദൈവഹിതം അന്വേഷിക്കുക. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അവയെല്ലാം അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതേ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ദൈവത്തിൻ്റെ ഹിതം എന്താണ്, ഞാൻ ഈ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ, ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനത്തിൻ്റെ അതേക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന്
ആലോചിക്കാം. അങ്ങനെ നമുക്ക് ദൈവത്തോട് ആലോചന ചോദിച്ച് ഓരോ പ്രവൃത്തിയും ചെയ്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും. നാലാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന യേശുവിൻ്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി സാധിക്കും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 4-ാം തിരുവചനം, അതോടൊപ്പം ലൂക്കായുടെ സുവിശേഷം 22:19, ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് യേശുവിൻ്റെ മാതൃകയാണ്. അവിടുന്ന് എന്നെ ഏൽപ്പിച്ചിരുന്നവ പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. അപ്പോൾ യേശു നമുക്ക് തരുന്ന മാതൃക എന്താണ്? പിതാവായ ദൈവം എന്ത് കാര്യമാണോ യേശുവിനെ ഏൽപ്പിച്ചിരുന്നത്, ആ ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഉണ്ടായത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. പ്രത്യേകമായിട്ട് ഈ നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമാണോ, അതോ ദൈവത്തിന് മഹത്വം നൽകാത്ത ജീവിതമാണോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നതാണ്, എല്ലാ കാര്യങ്ങളിലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കണം. ഭക്ഷണം കഴിക്കുന്നത് മുതൽ പാനം ചെയ്യുന്നത് മുതൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. തുടർന്നുള്ള ആരാധനയിൽ ഈശോയെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തി മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തിന് മഹത്വം അന്വേഷിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധനയായി ഏകിടുന്നു ആത്മനാഥനായി ഏകിടുന്നു ആനന്ദാമൃതമീ നിമിഷം ദേവാധിനാഥൻ വരും നിമിഷം ആരാധനയായി ഏകിടുന്നു ആത്മനാഥനായിടും ആനന്ദാമൃതമീ നിമിഷം ദേവാധിനാഥൻ വരും നിമിഷം ആരാധനാസ്തുതി യേശുവേ ആരാധനാസ്തുതി ആരാധനാ സ്തുതി യേശുവേ ആരാധനാ സ്തുതി യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും ഹല്ലേലൂയ ഹല്ലേലൂയ. പരീക്ഷകൾ ഹല്ലേലൂയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി സ്തുതി മഹത്വം 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 യേശുവേ. ആരാധന 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 ഹല്ലേലൂയ. മഹത്വം 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 മഹത്വം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം, ജീവൻ നൽകാനും ജീവൻ സമൃദ്ധമായിട്ട് നൽകാനും നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കടന്നു വരുന്ന ജീവൻ്റെ അപ്പം, ജീവൻ്റെ സമൃദ്ധിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും കുറവുകളെയും ഇരുട്ടുകളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയെ, നോമ്പ് കാലത്തിൽ കടന്നു വരണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് തിരുവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയായിരുന്നു. എല്ലാം ദൈവമഹത്വത്തിനായിട്ട് ചെയ്യുക. അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ ദൈവമഹത്വത്തിനായിട്ട് ചെയ്യുവിൻ.
ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും ദൈവത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ചെയ്യാൻ നമ്മളെ വചനം ഓർമ്മിപ്പിക്കുക. നമ്മൾ എത്രയോ നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്, എത്രയോ നേരം നമ്മൾ പാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. അപ്പോഴൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ദൈവത്തെ ഓർക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. അത് എപ്പോഴും ദൈവ സാന്നിധ്യ സ്മരണയിലായിരിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുമ്പോൾ കൂടുതൽ കൃപ സ്വന്തമാക്കാനും ഇടവരുത്തും. ജീവിതത്തിൽ ചിലപ്പോൾ തകർച്ചകളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവത്തെ ഓർക്കാതിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാം. കർത്താവ് വചനത്തിലൂടെ പറയുകയാണ്, നമ്മളെല്ലാ സമയം ദൈവത്തെ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ കൂടുതൽ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ ഒരു കൃപ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ഈ ഗാനത്തോട് ചേരാം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. യേശുവേ, എല്ലാ കുടുംബങ്ങളെയും എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. യേശുവേ, ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. എല്ലാ മഹത്വവും ഈശോയെ അങ്ങേക്ക് തരുന്നു. കർത്താവ് ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളും അങ്ങേ മഹത്വപ്പെട്ട് ജീവിക്കാനുള്ള കൃപ നൽകണം. വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. നട്ടതും നനച്ചതുമേറെ പേരെന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. നട്ടതും നനച്ചതുമേറെ പേരെന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. എല്ലാം സമർപ്പിച്ചു. മഹത്വം യേശുവേ, യേശുവിന്. മഹത്വം 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 മഹത്വം. ആരാധന ആരാധന ആരാധന. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. മഹത്വം 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 മഹത്വം. യേശുവേ, ആരാധന. മഹത്വം 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 മഹത്വം. യേശുവേ, ആരാധന. മഹത്വം മഹത്വം മഹത്വം. ഈശോയെ, ഈശോയെ, ജീവിതത്തിൻ്റെ സമൃദ്ധികളിൽ അങ്ങേ മറന്ന് ജീവിച്ച നിമിഷങ്ങളോർത്ത് ഈ നോമ്പ് കാലത്ത് ഞങ്ങൾ അനുദപിക്കുന്നു. ജീവിതത്തിൻ്റെ ദാരിദ്ര്യത്തിലും തകർച്ചയിലും ദൈവത്തെ കുറ്റപ്പെടുത്തിയ നിമിഷങ്ങളോർത്ത് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനും കൃപ നിറയാനും നിത്യജീവൻ ലക്ഷ്യം വെച്ച് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രാർത്ഥനകളോടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും
പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുധരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എൻ്റെ യേശു, എൻ്റെ യേശു, എനിക്കെല്ലാം എല്ലാം എൻ്റെ യേശു. ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.